സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24-ാം തീയതി വരെ മഴ ശക്തമാകുമെന്നും 24-ന് മൺസൂൺ എത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതായി വന്നിട്ടുള്ളത്? മഞ്ജുഷ്, 4 ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പുള്ളത്. അതിൽ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഈ കോഴിക്കോട്, വയനാട് ജില്ലകൾ. ഈ സാധാരണ മൺസൂൺ തീയതികളിൽ അത് എത്തുന്ന സമയത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇത്തവണ കുറച്ച് നേരത്തെ മൺസൂൺ ആരംഭിക്കുമെന്ന ഒരു അറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്. മെയ് 24-ഓടെ മൺസൂൺ എത്തുമെന്ന് കരുതപ്പെടുന്നു. ആൻഡമാൻ ദ്വീപുകളിൽ മെയ് 13-ന് മൺസൂൺ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 30-ന് മൺസൂൺ എത്തിയിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കാലവർഷം നേരത്തെ എത്തുന്ന വർഷമായിരിക്കും ഇതെന്ന ഒരു കണക്കുകൂട്ടലാണുള്ളത്. അതോടൊപ്പം തന്നെ മെയ് 27-ന് മുൻപ് ഇത്തവണ മഴ എത്തിയാൽ കഴിഞ്ഞ 15 വർഷത്തിലെ ഏറ്റവും നേരത്തെ കാലവർഷം ആരംഭിക്കുന്ന ഒരു സീസൺ കൂടിയായി ഇത് മാറുമെന്ന് വിലയിരുത്തപ്പെടുന്നു. സംസ്ഥാനത്ത് മഴ വരും ദിവസങ്ങളിൽ വ്യാപകമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തുമെന്ന പ്രതീക്ഷ അത് നേരത്തെയുള്ള പ്രവചനമായി തന്നെ നിലനിൽക്കുന്നു. കണ്ണൂർ പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ ബുധനാഴ്ച രാവിലെ തുറക്കും. ബാവലി, ഇരട്ടിപ്പുഴകളുടെ ഇരുതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി രൂപാന്തരപ്പെടാനും അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം അങ്ങനെയെങ്കിൽ എത്തുമെന്നുമുള്ള വിലയിരുത്തലാണുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മണ്ണിടിച്ചിലിൻ്റെ ഒരു സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ അവിടങ്ങളിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. മഞ്ജുഷ്.